എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. വെൽക്കം ടു നിതീസ് വേൾഡ്. ഇന്ന് നമ്മൾ അക്വേറിയത്തിൻ്റെ നമ്മുടെ സെറ്റ് വീഡിയോ ആണ് കേട്ടോ. കമ്മ്യൂണിറ്റി ടാങ്കാണിത്. നമ്മൾ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് നമുക്ക് ആദ്യം പറയാം. ഇതൊരു 400 ലിറ്റർ വാട്ടർ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടാങ്കാണ്. അതായത് ഒരു 4 അടി വീതിയും അതുപോലെ തന്നെ 2.5 അടി നീളവും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു, ക്ലിയർ ആയിട്ട് ഇത് ടാങ്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ കുറച്ച് പ്ലാന്റുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിൽട്രേഷൻ എങ്ങനെയാണ്, നമ്മൾ കുറച്ച് ഡ്രിഫ്റ്റഡ് വുഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണോ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു മെനക്കെട്ട് നമ്മളതൊന്ന് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ മെയിൻ്റനൻസ് ഇല്ലാത്തൊരു പണിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ടാങ്കാണ്. പ്ലാന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. പിന്നെ സോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മുടെ കുറേ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടാങ്കാണ്. അപ്പം ഇപ്പോഴും ഒരുപാട് ആളുകൾ നല്ലൊരു ടാങ്ക് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണമായിരിക്കും. ചിലപ്പം വെള്ളത്തിൻ്റെ നൈട്രേറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടിയിട്ടൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് ഫിഷസ് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നുള്ളതാണേ. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പം ആദ്യം തന്നെ ഇത്രയും വലിയ ടാങ്കാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ടാങ്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം കൊടുക്കണം. അതിനെ താങ്ങി നിർത്താൻ പറ്റുന്ന നല്ല ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് 400 ലിറ്ററിൻ്റെ ടാങ്കാണ്. അപ്പം അതിനനുസരിച്ച് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ സ്റ്റാൻഡ് അങ്ങനെ വിലങ്ങനെയും ഒക്കെ അടിച്ചിട്ടുള്ളത്. നമ്മൾ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. നമുക്ക് ഇതിൽ കുറച്ച് പണി ബാക്കിയുണ്ട്. പിന്നെ ഇതിന് താഴെ ഒരു ഫിൽറ്റർ ഉണ്ട്, കാനിസ്റ്റർ ഫിൽറ്ററാണ്. അതിൻ്റെ ഫിൽട്രേഷൻ ആണെങ്കിൽ ബെഡുകളാണ് നമ്മൾ കാർബൺ യൂസ് ചെയ്തിട്ട്, പിന്നെ അതുപോലെ തന്നെ സിറാമിക്കിൻ്റെ ബീഡ്സ്, പ്ലാസ്റ്റിക് ബീഡ്സ്, പിന്നെ ഫിൽട്രേഷൻ ബെഡ്. ഈ ഒരു ടാങ്കിന് നമ്മൾ എക്സ്റ്റേണൽ ഓക്സിജൻ സപ്ലൈ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ വാട്ടർ വീഴുന്നതിനനുസരിച്ച് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ ചെയ്തത്. ഇതിൽ സിങ്കോണിയത്തിൻ്റെ ലീഫ് നിങ്ങൾ കണ്ടില്ലേ, നല്ല വലിയ ലീഫാണ്. സിങ്കോണി നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെ ഉള്ളൊരു പ്ലാന്റ് ജസ്റ്റ് നമ്മുടെ വെർട്ടിക്കലിൻ്റെ പോട്ടിൽ കൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി. ഞങ്ങളെന്നെ ശരിക്കും സർപ്രൈസ്ഡായി. നമ്മളിതിലേക്ക് പ്ലാന്റ് ചെയ്തത് ലക്കി ബാമ്പു മാത്രമായിരുന്നു. ലക്കി ബാമ്പു അതിൽ കാണിക്കുന്നുണ്ട്. ആ പ്ലാന്റുകളൊക്കെ ലക്കി ബാമ്പു പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വന്നു. കാരണം ഓൾറെഡി ഇത് ഭയങ്കര ഒരുപാട് പ്ലാന്റിൻ്റെ നമ്മുടെ ഈ ഫിഷിൻ്റെ വേസ്റ്റ് ഒരുപാടുള്ള വെള്ളമാണല്ലോ. പിന്നെ നമ്മൾ പ്ലാന്റ്സ് വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് കണ്ടൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റിൻ്റെ നമ്മുടെ ഈ ഒരു ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. കാരണം ആ ഒരു വേസ്റ്റ് ഒരു പരിധി വരെ നമുക്ക് പ്ലാന്റ് അത് അബ്സോർബ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തിരക്കുള്ള ആളുകളാണെങ്കിൽ ഈ പ്ലാന്റ്സ് വെക്കുന്നത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടയ്ക്കൊന്ന് നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് ബിസി ആയിപ്പോയി നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു കണ്ടൻറ്റ്, നൈട്രേറ്റ്സിൻ്റെ കണ്ടൻറ്റ് കൂടി പ്ലാന്റ്സിന് ഹാംഫുൾ ആവാതിരിക്കുകയും ചെയ്യും. കാണാനൊരു പച്ചപ്പ് എപ്പോഴും ഒരു ഭംഗിയാണല്ലോ, ആ ഒരു ഭംഗി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറേ വുഡുകളുണ്ട്. ആ വുഡുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഡ്രിഫ്റ്റഡ് വുഡാണ് യൂസ് ചെയ്തത്. നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഫിഷിനെ വാങ്ങിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നല്ല രീതിയിൽ അത് വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി നമ്മൾ ആ വുഡിലെ എല്ലാ കറയും കഴുകി കളഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മുടെ ടാങ്കിലേക്ക് ഇടാവും. നമ്മുടെ ടാങ്കിലേക്ക് ഇടുന്ന ഓരോരോ സാധനങ്ങളും നമ്മൾ അതുപോലെ തന്നെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമാണ് കേട്ടോ ഇടുന്നത്. ഇത് ഒരുപാട് ടൈം എടുത്തിട്ട് സെറ്റ് ചെയ്ത ടാങ്കാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓരോന്നും മെല്ലെ വാങ്ങി നമുക്ക് അതിനനുസരിച്ച് റെഡിയാക്കി കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ അതുപോലെ തന്നെ കാനിസ്റ്റർ ഫിൽറ്ററൊക്കെ നമുക്ക് ഏകദേശം ഒരു 6.5-7 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളത്തെ ഫിൽറ്റർ ബെഡൊക്കെ നമുക്ക് മാറ്റി നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ വെള്ളത്തിനനുസരിച്ചൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നമ്മളതിൽ കാർബൺ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിറാമിക്കിൻ്റെ ബീഡ്സ്, പ്ലാസ്റ്റിക് ബീഡ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഒരു ബെഡ് നമ്മൾ സ്പോഞ്ച് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ചില വെള്ളം നല്ല വെള്ളമായിരിക്കും, കിണറിലെ വെള്ളം. അപ്പോൾ അതിന് പ്രത്യേകിച്ചും അങ്ങനെ ഇഷ്യൂസൊന്നും ഇല്ലെങ്കിൽ ഡിസ്കസ് അങ്ങനത്തെ നല്ല ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിഷസ് പോലും നല്ല രീതിയിൽ സർവൈവ് ആകുന്ന വാട്ടർ ആയിരിക്കും. നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഏതൊക്കെ മീനുകളാണ് നമുക്ക് അഡാപ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെ നമുക്ക് അതിനെ മാറ്റി സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതൊരിക്കലും ഒരു ബ്രീഡിംഗ് ടാങ്ക് അല്ല. കാരണം ഇതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് ആയത് കാരണം പല ടൈപ്പിലുള്ള മീനുകളാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്രീഡിംഗ് ഒരിക്കലും നടക്കില്ല. നമ്മൾ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൺസ് നമ്മുടെ ഏഞ്ചൽ ഇതുപോലെ തന്നെ എഗ്ഗ് വന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. പക്ഷേ കമ്മ്യൂണിറ്റി ടാങ്ക് ആയതുകൊണ്ട് അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം അത് ഇളകാതെ അതിനനുസരിച്ച് ഒരു അറ്റ്മോസ്ഫിയർ അതിൽ കിട്ടൂല, ഒരു
ഏതൊരു സ്പീഷീസ് ആണെങ്കിലും ശരി, അപ്പം അതിന് അതിൻ്റെതായ ഒരു സെക്യൂരിറ്റി അവിടെ ഫീൽ ചെയ്യില്ല, അതൊരു കമ്മ്യൂണിറ്റി ടാങ്ക് ആയത് കാരണം. അതുകൊണ്ട് കമ്മ്യൂണിറ്റി ടാങ്കിൽ ചെയ്യേണ്ട, നമുക്ക് വേറൊരു ചെറിയൊരു അക്വേറിയം സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനൊരു പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അല്ലാണ്ട് ബ്രീഡിങ് ഇതിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഈ ടാങ്കിൽ നിങ്ങൾക്ക് കാണാം, ഫിഷിനെ ഞാൻ നന്നായിട്ട് സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ കാനിസ്റ്റർ ഫിൽറ്ററിൻ്റെ മോഡൽ, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടാങ്ക്. നമ്മൾ ആദ്യമൊക്കെ ഭയങ്കര റെഗുലർ ക്ലീനിങ് ആയിരുന്നു. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ആ ഫിഷിന് ആ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയത് കാരണം തണുപ്പ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ pH-ലാണെങ്കിലും ഒക്കെ വേരിയേഷൻസ് വരും. അപ്പം പെട്ടെന്ന് നമ്മളത് മാറ്റുമ്പം അത് മീനിനെയും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റുകളുടെ എണ്ണമൊക്കെ നല്ല രീതിയിൽ കൂട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റി കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ടാങ്ക് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഫിഷിനെ നമുക്ക് അതുപോലെ നിലനിർത്താൻ പറ്റും. ഇങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ വെർട്ടിക്കൽ പോട്ട് ഹാങ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മളെ സാധാരണ വെർട്ടിക്കൽ ഗാർഡനിലെ പോട്ടുകളാണ്. അത് നമ്മൾ അക്വേറിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തി ഇട്ട് കൊടുക്കുക ചെയ്തത്. ലക്കി ബാമ്പു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. അത് അതിൽ സെറ്റ് ആയിട്ടുണ്ട്. അത് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമായിരുന്നു. അത് ആദ്യം ഒരു എക്സ്പീരിമെൻ്റൽ പർപ്പസിന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീറ്റർ വെച്ചിട്ടുണ്ട്. മീറ്റർ ശരിക്കും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഡ്രിഫ്റ്റ് വുഡ് തന്നെ പിടിച്ചിട്ടുള്ളൊരു ചെടിയാണ്, നമ്മളിത് പ്ലാന്റ് ചെയ്തതാണ്. അത് പിടിപ്പിക്കാൻ നമ്മൾ കുറച്ചൊരു മെനക്കെട്ടിട്ടുണ്ടായിരുന്നു. കാർബൺ ക്യാപ്സ്യൂളൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് കോട്ടൺ തുണി കൊണ്ടൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ റൂട്ട് സെറ്റായപ്പം അത് അങ്ങനെ നിന്നു. ഇതാണ് കേട്ടോ ഡ്രിഫ്റ്റ് വുഡ്. ഡ്രിഫ്റ്റ് വുഡ് ഈ ഡ്രിഫ്റ്റ് വുഡ് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 10 years എബവ് എന്തായാലും പഴക്കമുള്ള സാധനമാണ്. ഒന്നും ആവില്ല. നമ്മൾ നല്ല രീതിയിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ആവില്ല. ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ബ്രഷ് ഇട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ക്ലീൻ ചെയ്താൽ മതി. നമ്മൾ വേറെ പുറത്തുനിന്ന് ഒരു സാധനം ഇതിൽ യൂസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ അത് ഞാൻ നിങ്ങളെ മൈന്യൂട്ടായിട്ട് കാണിക്കുന്നുണ്ട്. ഗ്ലാസ് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതും 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലാസ് ക്ലീൻ ചെയ്യാനും ഇപ്പോൾ നമുക്ക് മാഗ്നറ്റിൻ്റെ ഒരു ക്ലീനർ കിട്ടും. അതല്ല നമ്മൾ നോർമൽ സ്പോഞ്ച് വെച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിലോ അങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ കൺവീനിയൻസ് ആണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് ക്ലീൻ ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അത് ടേക്ക് കെയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ടാങ്ക് ക്ലീൻ ചെയ്യാറായി, അല്ലെങ്കിൽ നമ്മൾ വെള്ളം മാറ്റാറായി എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് വരും. അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 2 വീക്സ് വരെയൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ഈ ടാങ്കിലേക്ക് ഓക്സിജൻ സപ്ലൈ വരുന്നത്. നമ്മൾ വേറെ എക്സ്റ്റേണൽ ഓക്സിജൻ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഓൾറെഡി നല്ല രീതിയിൽ നമ്മളെ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ടാവും. പ്ലസ് നമ്മുടെ ഈ ഒരു വാട്ടർ സിസ്റ്റം, ഫ്ലോ സിസ്റ്റം ഉണ്ടല്ലോ, അതിലും വരുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മേലെ ഓൾറെഡി നമ്മൾ വീട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അക്വേറിയം മസ്റ്റാണ്. നമ്മുടെ കൂടെ പണ്ടേ ഉള്ള സാധനമാണ് അക്വേറിയം. അപ്പം നമ്മൾ അവിടെ അങ്ങനെ തന്നെ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അക്വേറിയത്തിന് വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നും പോയില്ല. അപ്പോൾ ആ ലൈറ്റിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം തന്നെയാണ് ഇതിലേക്കുള്ളത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒരു കണക്കിന് നല്ലതായി. അത്രയും ഹൈറ്റിൽ സെറ്റ് ചെയ്തതുകൊണ്ട് നമുക്കത് പ്ലാന്റ്സിനും ഭയങ്കര ഒരു പ്ലസ്സായി. അതുപോലെ ഇവർക്കും ആണെങ്കിലും നമ്മുടെ ഫിഷിനാണെങ്കിലും അത് ഭയങ്കര പ്ലസ്സായി. പിന്നെ ഇവർക്ക് ഫീഡ് ചെയ്യുന്നത് ഡെയിലി തന്നെ ഫീഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഈവനിങ് ആണ് കൊടുക്കാറുള്ളത്, ഒരാൾ തന്നെയാണ് കൊടുക്കാറുള്ളത്. ക്വാണ്ടിറ്റി അതുപോലെ തന്നെ. ഇതാണ് നമ്മുടെ കാനിസ്റ്റർ ഫിൽറ്ററിൻ്റെ മോഡൽ. ഈ ഒരു മോഡലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇന്നും ഔട്ടും ഒക്കെ വരുന്നത്. ഇത് കംപ്ലീറ്റ് എടുത്ത് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അത് 2 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബെസ്റ്റാണ്. നിങ്ങൾക്ക് തെങ്ങിനോ കവുങ്ങിനോ അത് നല്ല ചെടിക്ക് ഇടുമ്പോൾ ഡൈല്യൂട്ട് ചെയ്യണേ. ചെടിക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പൂവുണ്ടാവും, കായൊക്കെ ഉണ്ടാവും. കാരണം നൈട്രജൻ്റെ അത്രയും വേസ്റ്റ് ആണല്ലോ വരുന്നത്. ഇതാണ് നമ്മുടെ ആ ഒരു ടാങ്കിൻ്റെ സെറ്റപ്പ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കാലിനുള്ളിൽ വെച്ചിട്ടുള്ള ഈ തെർമോക്കോളൊക്കെ കുട്ടികളെ എടുത്ത് വലിച്ചതാണ്. അപ്പം അത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് സീൽ ചെയ്ത് വെച്ച് കുറച്ചും കൂടെ നീറ്റായിരിക്കും നമ്മുടെ ഈ ഒരു പോർഷനും. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്കത് കവർ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ആ പോർഷനൊക്കെ. നമ്മളതൊന്നും ചെയ്തിട്ടില്ല. വൺസ് നമ്മൾ ആ പണികൾ ചെയ്യുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്തു പോകണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ആകട്ടെ വിചാരിച്ചിട്ട് ഇതൊന്നും നടക്കില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.